ഇന്ന് പടവട്ടിക്കുന്നിൽ വലിയ തരത്തിലുള്ള പരിശോധന നടത്തണം. കാരണം പ്രദേശവാസികൾക്കറിയാം ഇങ്ങനെയുള്ള ഉരുൾപൊട്ടൽ പോലെയുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടേക്ക് രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന് കൃത്യമായ ബോധ്യം നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്കുണ്ട്. അവർ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കരസേന അടക്കം അവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. ഏതായാലും കേരളത്തിന് ആശ്വാസമാകുന്ന, രക്ഷാപ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്ന വലിയൊരു വാർത്ത തന്നെയാണ് 4 പേരെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലിൻ്റെ യാതൊരു ഉരുൾപൊട്ടൽ ഇല്ലാത്ത, നടക്കാത്ത മേഖലയായിരുന്നു. രക്ഷാമാർഗമായി 4 പേരോടെ എത്തിച്ചേർന്നതാണ്. ആ 4 പേരെ, 2 പുരുഷന്മാരെയും 2 സ്ത്രീകളെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ 4ാം ദിനത്തിലെ ഏറ്റവും വലിയ വാർത്ത. അവരെ ഏത് സമയം, അല്പസമയത്തിനുള്ളിൽ തന്നെ എയർലിഫ്റ്റിംഗ് വഴി താഴേക്ക് എത്തിക്കാൻ കഴിയുമോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? അനൂപ്, എയർലിഫ്റ്റിംഗ് വഴി അവരെ എത്തിക്കാനാണ് ഇപ്പോൾ പ്രാഥമികമായി ശ്രമിക്കുന്നത്. എന്നാൽ ഈ പടവട്ടിക്കുന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടേക്ക് ഇത് ഒരു വലിയ ദുരന്ത ബാധിത മേഖലയല്ല. അവിടെ പല ആളുകളും ആ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ പുഴയിൽ വെള്ളം വരുമ്പോഴെല്ലാം മാറി താമസിക്കാറുണ്ട്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. അത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. കാരണം ഈ 4 ദിവസവും അവരോട് ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരെ എയർലിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നു. സൈന്യം ഉൾപ്പെടെ ഇവിടെ സജ്ജമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആവശ്യമായ ചികിത്സയ്ക്കും മറ്റും അടിയന്തര സാഹചര്യം ഇവർക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എയർലിഫ്റ്റിംഗ് നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച്. ഏതായാലും ഈ വിവരം ലഭിച്ചുകൊണ്ട് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ, എവിടെയെങ്കിലും വിധത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്നതിന്, അവർക്ക് വേണ്ട അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഏകോപന സംവിധാനം ഇന്ന് ജില്ലാ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ തിരച്ചിലിനായി പോകുന്നവർ അപ്പോൾ തന്നെ ഈ വിവരങ്ങൾ അതാത് യൂണിറ്റുകൾക്ക് കൈമാറുന്നുണ്ട്. സ്ഥലം ചൂരൽമലയ്ക്ക് മുകളിലുള്ള സ്ഥലമാണോ? ചൂരൽമലയ്ക്ക് മുകളിലാണ്. പക്ഷേ ചൂരൽമലയോട് ചേർന്ന് നിൽക്കുന്ന സ്കൂൾ ഭാഗത്തു നിന്ന് മുന്നോട്ട് കയറി പോകുന്ന ഒരു വഴിയാണ്, ഒരു കുന്നിൻ പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഈ പടവട്ടിക്കുന്ന് എന്ന് പറയുന്നത് വനമേഖലയാണോ? അവിടെ ജനവാസ മേഖലയല്ല, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസവും ഈ ആദിവാസി സങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരുൾപ്പെടെ കാട്ടിലായിരുന്നു അവർ അകപ്പെട്ടു പോയിരുന്നത്. അതിന് സമാനമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇവരുണ്ടായിരുന്നത്. എങ്കിലും ഇതൊരു ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ രീതിയിൽ അതിജീവിക്കാനായതും. ഏതായാലും പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടെത്താനായി, അതോടൊപ്പം ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ ഒരു പശ്ചാത്തലം മറ്റൊരു സാഹചര്യത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ മേഖലയിൽ എവിടെയെങ്കിലും അകപ്പെട്ടിരിക്കാം. അവർ രക്ഷാപ്രവർത്തകരെ കാത്തു നിൽക്കുന്നുണ്ടാകാം. അവർക്ക് തിരിച്ചെത്താനുള്ള മാർഗങ്ങൾ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. ഏതായാലും അത്തരത്തിലുള്ള സാധ്യത കൂടി ഇനിയും നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി ഈ മേഖലകളിലേക്ക് കൂടി, വനയോര പ്രദേശങ്ങളിലേക്ക് കൂടി, അതായത് അനൂപ്, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പ്ലാൻ കൃത്യമാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇന്ന് 6 സോണുകളായി തിരിച്ചുള്ള പരിശോധന. ആ 6 സോണിലെയും ഒരാൾ, ഈ തെരച്ചിൽ നടത്തുന്നതിൽ ഒരാൾ പ്രദേശവാസി തന്നെയാണ്. പ്രദേശവാസിക്ക് അറിയാം ഇത് ഈ മേഖല എവിടെയാണെന്നും ആരൊക്കെ എവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ രക്ഷാമാർഗമുണ്ടോ അവിടെയൊക്കെ അറിയാൻ കഴിയുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പരിശോധന ഇന്ന് നടത്തിയതിലാണ് ഈ പടവട്ടിക്കുന്നിലെ 4 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഈ ദുരന്തത്തിൽ, ഉരുൾപൊട്ടലിൽ പെട്ട ആളുകളല്ല, അവിടെ വീട്ടിലൊറ്റയ്ക്ക് താമസിച്ചിരുന്നവർ തന്നെയാണ്. കാരണം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ 4 മേഖലയും ഒറ്റപ്പെട്ടു പോയപ്പോൾ വീട്ടിൽ പെട്ടുപോയ ആൾക്കാരാണ് 4 പേരും. അതിൽ തന്നെ ഈ ചെറിയ ഒരു യുവതിക്ക് കാലിന് ചില പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലായിരിക്കാം. ഏതായാലും ഈ പടവട്ടിക്കുന്ന് എന്ന് പറയുന്ന മേഖലയിൽ ഒരു വീടുകളുണ്ട് എന്ന് പറഞ്ഞ് എത്ര വീടുകൾ അവിടെ ഉണ്ട്? നിലവിൽ മറ്റ് വീടുകളിൽ അടക്കം പരിശോധന നടത്തുന്നുണ്ടാകുമല്ലോ. വലിയ തരത്തിൽ ജനങ്ങൾ തങ്ങി താമസിക്കുന്ന മേഖല അല്ല പടവട്ടിക്കുന്ന് എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? വലിയ തോതിൽ ഉള്ള ഒരു പ്രദേശമല്ലെങ്കിലും ഒരു ജനവാസ മേഖല തന്നെയാണ്. തോട്ടം മേഖലയോട് ചേർന്നിട്ടുള്ള ഒരു തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ താമസിക്കുന്ന മേഖലയാണ് ഈ പടവട്ടിക്കുന്ന്. താരതമ്യേന സുരക്ഷിതമായ സ്ഥലമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ മേഖലയുമായുള്ള ഒരു ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നതാണ്. ഈ പ്രധാന ദുരന്ത മേഖലകൾ അല്ലാത്തതിനാൽ ആ മേഖല കേന്ദ്രീകരിച്ച് ചില രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ അവിടേക്ക് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഏതായാലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ മേഖലകൾക്ക് തൊട്ട് സമീപത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കുന്നതിന്റെ ഭാഗമായി രക്ഷപ്പെടുത്തിയ ആളുകളുടെ പേരുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ടല്ലോ. ജോൺ, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി, എങ്ങനെ 4 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അതിൽ ഈ ജോമോൾ എന്ന് പറയുന്ന യുവതിയുടെ കാലിനാണ് പരിക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഏതായാലും 4 ദിവസം വലിയ തരത്തിലുള്ള ഒരു സങ്കടത്തിൻ്റെ രക്ഷപ്പെടുമോ എന്നുള്ള വലിയ
ആശങ്കയിലായിരുന്നു ആ 4 പേരും ആ കുടുംബത്തിൽ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. പക്ഷേ രക്ഷാദൗത്യം അതിൻ്റെ 4ാം ദിനത്തിലേക്ക് കടമ്പോൾ കൃത്യമായ ഇടപെടൽ, കൃത്യമായ ആസൂത്രണം, അതിൻ്റെ ഫലമായി തന്നെ ഈ 4 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് രക്ഷാദൗത്യത്തിൻ്റെ 4ാം ദിനത്തിലെ ഏറ്റവും നിർണായകമായ, ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത്.